അടുത്ത ക്വസ്റ്റ്യൻ വാലിഡ് പാരന്തസിസ് ആണ്. ഇതിൽ നമ്മൾ ഒരു മൊണോട്ടോണിക് സ്റ്റാക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ മൊണോട്ടോണിക് സ്റ്റാക്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. പക്ഷേ ഇതിൽ നമുക്ക് മറ്റേതിൽ നമ്മൾ ബാക്ക് സ്പേസ് ഒക്കെ ഉപയോഗിച്ചിരുന്ന പോലെ ഇതിൽ നമുക്ക് എന്താണ് ഒരു പാരന്തസിസ് ആണ് ഉപയോഗിക്കുന്നത്. ചില നമുക്ക് എഡ്ജ് കേസസും എക്സിറ്റ് കണ്ടീഷൻസും നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് നോക്കേണ്ടി വന്നിരുന്നു. കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത് കമൻറ്റ് സെക്ഷനിൽ. നമുക്കിപ്പോൾ ക്വസ്റ്റ്യനോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാലിഡ് പാരന്തസിസ് ആണ്. ഇപ്പോൾ വാലിഡ് പാരന്തസിസ് എന്ന് പറയുന്നത് ഗിവൺ എ സ്ട്രിങ് കണ്ടെയ്നിങ് ജസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഈ വാല്യൂസ് ക്യാരക്ടേഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. ഡിറ്റർമൈൻ ഇഫ് ദ ഇൻപുട്ട് സ്ട്രിങ് ഇസ് വാലിഡ് ആൻഡ് ഇൻപുട്ട് സ്ട്രിങ് ഇസ് വാലിഡ് ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ്സ് മസ്റ്റ് ബി ക്ലോസ്ഡ് ബൈ ദ സെയിം ടൈപ്പ് ഓഫ് ബ്രാക്കറ്റ്സ്. ഓപ്പൺ ബ്രാക്കറ്റ്സ് മസ്റ്റ് ബി ക്ലോസ്ഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ. എവറി ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ഓപ്പൺ ബ്രാക്കറ്റ് ഓഫ് ദ സെയിം ടൈപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എസ് എന്ന് പറയുന്നത് ഇത് ട്രൂ ആണ്, കാരണം ഇത് രണ്ടും ഓപ്പനും ക്ലോസും ഉണ്ട്. ഇവിടെ ഓപ്പനും ക്ലോസ് ഉണ്ട്, ഓപ്പനും ക്ലോസ് ഉണ്ട്, ഓപ്പനും ക്ലോസ് ഉണ്ട്. അപ്പോൾ ഇതും ട്രൂ ആണ്. പക്ഷെ ഇത് ഓപ്പന്, ഇത് വേറൊരു ക്ലോസ് ഉണ്ട്, അപ്പോൾ അത് ഫോൾസ് ആയി. ഇത് എന്താണ്, ഓപ്പനും ഉണ്ട്, രണ്ട് ഓപ്പനും ഉണ്ട്, രണ്ട് ക്ലോസും ഉണ്ട് അല്ലേ, അപ്പോൾ അത് ട്രൂ ആയി. ഓക്കെ, ഇത് കണ്ടിട്ട് ഒരു സ്റ്റാക്ക് അപ്രോച്ച് ആണ് തോന്നുന്നത്. നമുക്ക് എന്താണ് വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് എന്താ ആദ്യം ഈ ഓപ്പൺ ബ്രാക്കറ്റ്സ് നമ്മൾ അലോ ചെയ്തിട്ട് അതിൽ എന്താണ് ക്ലോസ് ബ്രാക്കറ്റ് എപ്പോഴാണോ വരുന്നത് അവിടെ നമുക്കത് എന്താ റിമൂവ് ചെയ്ത് കളയണ പോലത്തെ ഒരു സ്റ്റാക്ക് അപ്രോച്ച് ആണ് കാണുമ്പോൾ തോന്നുന്നത്. നോക്കി നോക്കാം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പാരന്തസിസിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് 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 പിന്നെ ഇതും 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 ഈ വാല്യൂസ് മാത്രമേ വരുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന് ഇത് വെച്ച് മാത്രമായിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റും. നമ്മുടെ ഫുൾ ക്വസ്റ്റ്യന് ഇത് മാത്രമായിട്ട് ഫ്രെയിം ചെയ്യാം. ഓക്കെ അല്ലേ? ഇതിൽ കുറേ കേസസ് വരാം. ഇപ്പോൾ ഇങ്ങനെ കേസ് വരാം, ഇങ്ങനെ ഒരു കേസ് വരാം, ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു കേസ് വരാം, ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു കേസ് വരാം, ഇങ്ങനെ ഒരു കേസ് വരാം, ഇങ്ങനെ അതേപോലത്തെ ഇങ്ങനെ ഒരു അങ്ങനെ എഴുതിയില്ല. ഇങ്ങനെ ഒരു കേസ് വരാം. ഇതേ സെയിം കണ്ടീഷൻസ് വരാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരു കേസും ഇങ്ങനെ ഒരു കേസൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി എന്താ പ്രൂവബിൾ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് വേറൊരു തരത്തിൽ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ എന്താ അല്ല ഇതിനെ നമുക്ക് വേറെ തരത്തിൽ കണ്ടുപിടിക്കണം. ഇതിനെ നമുക്ക് എന്താണ് ഇപ്പോൾ വേറൊരു തരത്തിൽ കണ്ടുപിടിക്കണം. ഇതിനെ നമുക്ക് എന്താണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആൻസർ ആയിട്ട് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ 3 കണ്ടീഷൻസ് ഉണ്ടാവുക ഈ ഒരു ക്വസ്റ്റ്യന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നായിട്ട് പോയി നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് വെച്ചാൽ നമ്മുടെ വാലിഡ് പാരന്തസിസിൽ നമ്മൾ ആദ്യം ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. ഡിക്ഷണറി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഹാഷ് മാപ്പ് ആണ്. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോകണ്ട, ഹാഷ് മാപ്പ് ആണ് അതിന്റെ പേര്. അപ്പൊ നമുക്ക് ഹാഷ് മാപ്പ് തന്നെ വിളിക്കാം. അപ്പൊ ഹാഷ് മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമ്മളൊരു ഹാഷ് മാപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ ഹാഷ് മാപ്പ് എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഈ വാല്യൂ എന്നാണ് നമുക്ക് ഹാഷ് മാപ്പ് ഉണ്ടാക്കേണ്ടി വരിക. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഹാഷ് മാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാവും. ഇതാണ് നമ്മുടെ ഒരു ഹാഷ് മാപ്പ്. പിന്നെ നമ്മുടെ അടുത്ത ഹാഷ് മാപ്പ് നമ്മുടെ അടുത്ത ഹാഷ് മാപ്പ്. അപ്പോൾ ഈ ഹാഷ് മാപ്പിലുള്ള വാല്യൂസ്, അപ്പോൾ ഇത് ഒരു വാല്യൂ, രണ്ടാമത്തെ വാല്യൂ, മൂന്നാമത്തെ വാല്യൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഹാഷ് മാപ്പിനെ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ എന്താണ് ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മുടെ ഇതൊരു സ്ട്രിങ് ആണ്, ടോട്ടൽ ഒരു സ്ട്രിങ് ആണ്. ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ സ്ട്രിങ് കൂടെ മൂവ് ചെയ്യണം. അപ്പോൾ ഫോർ ലൂപ്പ് വെച്ച് സ്ട്രിങ് കൂടെ മൂവ് ചെയ്തിട്ട് നമ്മൾ ഓരോ വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും ഓരോ വാല്യൂസ്? അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് നമുക്കിപ്പോൾ വന്ന വാല്യൂ, ഈച്ച് ആയിട്ടുള്ള വാല്യൂ ഇൻ നമ്മുടെ ഹാഷ് മാപ്പിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ എന്ന് നോക്കും. ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റാക്കിലോട്ട് അപ്പെൻഡ് ചെയ്യാം.
ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പാരന്തസിസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മളൊരു മോണോട്ടോണിക് ആയിട്ടുള്ള ഒരു സ്റ്റാക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഈ മോണോട്ടോണിക് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ എന്താണ് മുന്നിലുള്ള വാല്യൂസും പിന്നിലുള്ള വാല്യൂസും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻസ് വരുത്തിയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മോണോട്ടോണിക് സ്റ്റാക്കാണ്. കുറച്ച് മുന്നേ നമ്മൾ എന്താ അല്ല ഇതിന്റെ മുന്നത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു, ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ആ ട്രീ എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് ഒരു മോണോട്ടോണിക് സ്റ്റാക്ക് അല്ല, വെറും സ്റ്റാക്കാണ്. അതിൽ നമുക്ക് എന്താണ്, നമുക്ക് വാല്യൂസ് പുറത്തേക്ക് എടുക്കാറുണ്ട്, അതിന്റെ ഉള്ളിലത്തെ വാല്യൂസ് തമ്മിൽ ബന്ധമില്ല. ഇവിടെ എന്താണ്, നമുക്ക് ഉള്ളിലത്തെ വാല്യൂസ് തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഫ്രണ്ടിക്ക് പോകുന്നതോറും ബാക്കത്തെ വാല്യൂസ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിനാണ് മോണോട്ടോണിക് സ്റ്റാക്ക് ആയിട്ട് കൂടുതലായിട്ട് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റാക്ക് ഡോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഓഫ് ഇപ്പൊ വരുന്ന വാല്യൂ. അപ്പൊ പറഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂ ഉള്ളത്, ഇത് ഈച്ച് എന്ന് പറയുമ്പോൾ എന്തായാലും ഈ വാല്യൂസ് ആയി. അപ്പൊ ക്ലോസ് ചെയ്യുന്ന വാല്യൂസ്, അപ്പൊ ഓപ്പൺ ആവുന്ന വാല്യൂസ് ആണെങ്കിൽ ഇവിടെ കയറും. മനസ്സിലായോ? ഓപ്പൺ ബ്രാക്കറ്റ്സ്, ഓപ്പൺ ബ്രാക്കറ്റ്സ് നമ്മുടെ ഇവിടെ കയറും, ഇവിടെ കയറും, ഈ ഒരു സ്റ്റാക്ക് ഡോട്ട് അപ്പൻഡിൽ കയറും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ബ്രാക്കറ്റ് ആവുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള വേറെ ബ്രാക്കറ്റ് ആവുന്നത് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്റ്റാക്ക് ആണ്, സ്റ്റാക്ക് ഓൾറെഡി ഉണ്ട്, ആൻഡ് സ്റ്റാക്കിന്റെ അവസാന ഭാഗം കാരണം പിന്നിലുള്ള വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനോട് ഈക്വൽ ആണോ, ഇവിടെ ഉള്ള വാല്യൂനോട് ഈക്വൽ ആണോ, ഹാഷ് മാപ്പിലെ നമ്മളിപ്പോൾ വന്ന വാല്യൂനോട് ഈക്വൽ ആണോ, ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വാല്യൂ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റാക്കിനെ പോപ്പ് ചെയ്യുന്നു. കാരണം സ്റ്റാക്കിലത്തെ വാല്യൂനെ എടുത്ത് കളയുന്നു. ഇനി അങ്ങനെ അല്ല, ഇപ്പൊ വന്ന വാല്യൂ ഇതിലുള്ള വാല്യൂ അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എടുത്ത് പുറത്തോട്ട് വലിച്ചെറിയുന്നു, റിട്ടേൺ ഫോൾസ്. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് സ്റ്റാക്ക് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്, ഈ സ്റ്റാക്ക് ഡോട്ട് പോപ്പായിട്ട് ഫുള്ളി പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ എന്താണ് കിട്ടിയ, നമുക്ക് 0 അല്ലേ കിട്ടുള്ളൂ നമ്മുടെ സ്റ്റാക്കിൽ. അപ്പൊ ഇത് എന്തായി മാറും, ട്രൂ. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ് നോക്കാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് എങ്ങനെയാണ്, ഫസ്റ്റ് തന്നെ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ആണ് വന്നത്. ഓപ്പൺ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയറും. അപ്പൊ നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റിൽ ഫസ്റ്റ് നമ്മുടെ സ്റ്റാക്ക് കയറി. പിന്നെ നമ്മൾ എന്താണ്, ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്റ്റാക്കിന്റെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഹാഷ് മാപ്പിൽ ഉണ്ടോ, ഇഫ് ഈച്ച് ഇൻ ഹാഷ് മാപ്പ് ആണ്. അപ്പോൾ അടുത്ത വാല്യൂ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് വന്നത്. അപ്പൊ അതുമില്ല. അപ്പൊ നമുക്ക് ഇത് കയറി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നമുക്ക് എന്ത് കിട്ടും വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകും. ഇവിടെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇത് ഓക്കെ പോകും, ഈ ഭാഗം ഓക്കെ പോകും, നമ്മുടെ ഇത് ഓക്കെ പോകും, ഇവിടുന്ന് ഇതും ഓക്കെ പോകും ഇവിടുന്ന്. പക്ഷെ ഇത് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഇത് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ലെങ്ത് ഓഫ് സ്റ്റാക്ക് ഇക്വൽ ടു 0, അതെന്താണ് സ്റ്റാക്ക് ഇക്വൽ ടു 1 ആവും. കാരണം നമ്മുടെ സ്റ്റാക്കിനുള്ള ഓൾറെഡി കയറി ഇരിക്കല്ലേ. അപ്പൊ അത് 1 ആയി മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ കറക്റ്റ് പിടിക്കേണ്ട എന്താണ്, അത് ഫോൾസ് ആയി മാറും. അപ്പോൾ ഈ കണ്ടീഷന് നമ്മൾ ക്യാച്ച് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ്, ഇത് ഫോൾസ് ആയിട്ട് നമ്മൾ ക്യാച്ച് ചെയ്തു, ഇത് ട്രൂ ആയിട്ട് ക്യാച്ച് ചെയ്തു, ഇത് ഫോൾസ് ആയിട്ട് നമ്മൾ ക്യാച്ച് ചെയ്തു. ഇനി ഇത് പിടിക്കാൻ പറ്റും നോക്കാം. കാരണം ഇത് ക്ലോസ്ഡ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ക്ലോസ്ഡ് ആകുമ്പോൾ ഇതിലേക്ക് വരില്ല, നമുക്ക് ഇവിടേക്കേ വരിക അല്ലെ. അപ്പൊ ഇവിടെ വരുമ്പോൾ ഫസ്റ്റേ ക്ലോസ്ഡ് ആയിട്ട് ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് പിന്നെ നമുക്ക് അതിനെ പുറത്തേക്ക് കളയാൻ പറ്റില്ല എന്നുള്ളത്. ഫസ്റ്റേ ക്ലോസ്ഡ് ആയിട്ട് വന്നു, സ്റ്റാക്കിൽ വാല്യൂ ഇല്ലേ, നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ ഫോൾസ്. ഫസ്റ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള വാല്യൂ വന്നാൽ അപ്പൊ തന്നെ നമ്മൾ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു, ഫോൾസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് ഇത് നോക്കാം. ലാസ്റ്റിക്കാണ് നമ്മൾ രണ്ട് വരുന്നത് നോക്കാം. അപ്പോൾ ലാസ്റ്റിക്ക് എന്താ, നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് പോയിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് എക്സ്ട്രാ ഉള്ള ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അതിനെ ഇവിടെ നമ്മൾ പിടിക്കും, ഫോൾസ് കാണിക്കും. അപ്പൊ അതിന് നമ്മൾ ഫോൾസ് പിടിക്കും, അതും ഇവിടെ പിടിച്ചു. ഇവിടെ ഇതേപോലെ ലാസ്റ്റ് ആണ് നമ്മുടെ എന്താണ് ഈ ഓപ്പൺ ബ്രാക്കറ്റ് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറും, ഇത് കഴിഞ്ഞു ഇവിടെ വരെ എത്തിയിട്ട് ഇത് രണ്ടും നമ്മുടെ കഴിഞ്ഞ അവസാനത്തെ ലാസ്റ്റിന്റെ അവിടെ എത്തുമ്പോൾ എന്താണ്, അത് പിന്നെയും റിട്ടേൺ ഫോൾസ് വരും. അപ്പൊ അതും നമ്മുടെ ഫോൾസ് പിടിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ എഴുതിക്കുന്നത്. മനസ്സിലാക്കുക, പിന്നത്തെ വാല്യൂവും ഹാഷ് മാപ്പിന്റെ വാല്യൂവും തമ്മിലാണ് നോക്കുന്നത്. പിന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ ബ്രാക്കറ്റ്സ് ആണ് പിന്നിലേക്ക് വരിക. അപ്പൊ ക്ലോസ്ഡ് ആയിട്ടുള്ള ബ്രാക്കറ്റ്സ് ആണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഓപ്പൺ ബ്രാക്കറ്റ്സ് നമ്മുടെ മീറ്റ് ചെയ്തോ കണ്ടീഷൻ ക്ലോസ്ഡ് ബ്രാക്കറ്റ്സിന്റെ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സ്റ്റാക്കിൽ ഒരു വാല്യൂ കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞിട്ട് നമ്മൾ 0 വരെ എത്തിക്കണം എന്നാണ് പറയുന്നത്. വാലിഡ് പാരന്തസിസ് അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമുള്ള ഒരു പ്രോബ്ലം അല്ല. ഇത് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിലാകെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാല്യൂസ് മാത്രമേ വരുള്ളൂ എന്നുള്ളതല്ലേ. അപ്പൊ നമ്മൾ ആകെ ചെക്ക് ചെയ്യേണ്ട ഒരൊറ്റ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എന്താ ഇപ്പോൾ പുതിയൊരു വാല്യൂ വരുമ്പോൾ പ്രീവിയസ് വാല്യൂ അതിൽ ഓൾറെഡി ഉണ്ടാവണം. പുതിയൊരു വാല്യൂ വരുമ്പോൾ അതിന്റെ തിരിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റ് ഓൾറെഡി ഉണ്ടാവണം. പുതിയത് വരുമ്പോൾ പഴയത് ഓൾറെഡി ഉണ്ടാവണം. അത് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ക്യാരക്ടർ ഉണ്ടോ,
ഈ ഒരു വാല്യൂവിലുള്ള ക്യാരക്ടർ ആണോ എന്ന് നോക്കുകയാണ്. ഇതിൽ പറഞ്ഞിട്ട് ഈ കീ വാല്യൂസിന് മാത്രമുള്ള വാല്യൂ ആണോ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സ്റ്റാക്കിൻ്റെ തൊട്ട് അപ്പൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് അല്ലേ കയറുക, അപ്പൊ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് ആണ് കയറുക. ഓക്കെ അല്ലേ? അവർ പറഞ്ഞിട്ട് ഓൾറെഡി വെറും സ്ട്രിങ് മേഡ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ബ്രാക്കറ്റ് വെച്ച് മാത്രമാണ്, അല്ലാണ്ട് വേറെ 1 2 3 4 ഒന്നും ഇല്ല, അങ്ങനത്തെ വാല്യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ആൻസർ മാത്രം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ ഇവിടെ. അപ്പോൾ അല്ലാത്തതിന് നമ്മൾ സ്റ്റാക്ക് ഡോട്ട് അപ്പൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യും. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാക്ക് ഓൾറെഡി അവൈലബിൾ ആണോ, ഇതിനുള്ള വാല്യൂ ഓൾറെഡി കയറിയിട്ടുണ്ടോ. പിന്നെ നമ്മൾ എന്താണ് സ്റ്റാക്കിന്റെ പിൻഭാഗം എന്ന് പറയുന്നത് എന്താ, അതിന്റെ ലാസ്റ്റ് കയറിയ വാല്യൂ. അപ്പോൾ ഓർഡർ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ടാണ് ലാസ്റ്റ് കയറിയ വാല്യൂ ഇപ്പൊ വന്ന വാല്യൂ എന്ന് കൂടിയിട്ട് നോക്കുമ്പോൾ അത് ഒരു എന്താണ് ഫുൾ ഓൺ ആയിട്ടുള്ള ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ബ്രാക്കറ്റ് ഫോം ചെയ്തോ. ഇവിടെ നോക്കുന്നത് എന്താ വെച്ചാൽ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള ബ്രാക്കറ്റ് ഫോം ചെയ്തോ എന്നാണ് നോക്കുന്നത്. ആ കറക്റ്റ് ഓർഡറിൽ ഫോം ചെയ്ത് നോക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രീവിയസ് വാല്യൂ നമുക്കത് പോപ്പ് ചെയ്ത് കളയാം. പ്രീവിയസ് വാല്യൂ നമുക്കത് ഒഴിവാക്കി കളയാം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വാല്യൂ വരുമ്പോൾ അടുത്ത വരുമ്പോൾ നോക്കി നോക്കി പോകാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയത് എന്താ വെച്ചാൽ നമ്മൾ എന്താ ഇനിയിപ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ്, ഈ ഒരൊറ്റ കണ്ടീഷൻ മാത്രം നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. എന്താ ഫോൾസ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലെങ്ത് ഓഫ് സ്റ്റാക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എക്സ്ട്രാ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് എന്താണ് ഇപ്പോൾ എല്ലാം നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ ഈ ഒരു ബ്രാക്കറ്റ് ഉണ്ട് വിചാരിക്കുക. ഈ ഒരു ബ്രാക്കറ്റ് ആദ്യം ഫസ്റ്റ് വന്നു, പിന്നെ നമുക്ക് എന്താണ് ഓപ്പൺ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഓപ്പൺ ക്ലോസ് മൊത്തം കഴിഞ്ഞു, പക്ഷെ ഈ ഒരു വാല്യൂ മാത്രമായിട്ട് ബാക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ പിടിക്കും. അത് ഇവിടെ പിടിച്ചിട്ട് പറയും ലെങ്ത് ഓഫ് സ്റ്റാക്ക് ഈക്വൽ ടു 0 അല്ലല്ലോ, അപ്പൊ തെറ്റാണ് എന്ന് പറയും. അതേപോലെ ഇതേപോലത്തെ സാധനം അവസാനമാണ് ഇരിക്കണമെന്ന് വിചാരിക്കുക, അപ്പോഴും ഈ സാധനം പിടിക്കും. ബാക്കിയുള്ളതൊക്കെ ഓപ്പൺ ക്ലോസ് ചെയ്തല്ലോ, അപ്പൊ നിനക്ക് മാത്രം എന്താ ഓപ്പൺ ക്ലോസ് ചെയ്യാത്ത ഇവിടെ പിടിക്കും. അല്ലാതെ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി എങ്ങാനും നമ്മൾ എന്താ ക്ലോസ്ഡ് അല്ലാണ്ട് ഓപ്പൺ ആയിട്ടുള്ള വാല്യൂ വിചാരിക്കുക, ഈ ഒരു വാല്യൂ ആണ് ഫസ്റ്റ് നിൽക്കണം വിചാരിക്കുക. അപ്പൊ ഈ ഒരു വാല്യൂ ആണ് ഫസ്റ്റ് നിൽക്കണം, ബാക്കിയൊക്കെ ഓപ്പൺ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ അത് പിടിക്കാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ സ്റ്റാക്കിന്റെ ഉള്ളിലേക്ക് കയറില്ലല്ലോ. അപ്പൊ ഇതൊരു സാധനത്തിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് ഫസ്റ്റ് വാല്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ ഇവിടുത്തെ പിടിക്കൽ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്താ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ക്ലോസ്ഡ് അല്ലേ, അപ്പോൾ ക്ലോസ്ഡ് ആണ് നമ്മുടെ വാല്യൂ, ക്യാരക്ടർ ഇൻ ക്യൂബ് ഡിക്ഷണറി ആണല്ലേ. അപ്പോൾ ഇത് ഇപ്പൊ ഇങ്ങനെ വന്നു, എന്നിട്ട് നമ്മൾ എന്താ ഓപ്പൺ ക്ലോസ് പിന്നെ ഓപ്പൺ ക്ലോസ് എന്നിട്ട് രണ്ടെണ്ണം വന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ഇവിടെ ഫോൾസ് തരും, ഇതിനെ ഇവിടെ ഫോൾസ് തരും, ഇതിന് ഇവിടെ ഫോൾസ് തരും. പിന്നെ അതേപോലെ തന്നെ അടുത്ത എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതിപ്പോ ഒരു ഓപ്പൺ ക്ലോസ് ഉണ്ട്, ഇവിടെ ഒരു ഓപ്പൺ ക്ലോസ് ഉണ്ട്, പക്ഷെ ഇവിടെ മാത്രം എന്താണ് ഇത് പുറത്തേക്കായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനത്തേനും എന്താണ് ഇവിടെ ഇത് ഫോൾസ് തരും. ഈ രണ്ട് കേസിന് എന്താണ് ഇത് ഇവിടെ എന്താ ക്യാച്ച് ചെയ്തിട്ട് ഇവിടെ ഈ രണ്ടിനും ഫോൾസ് തരും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ എന്തിനാണ് എന്താ ഫോൾസ് തരിക, നമ്മുടെ ബാക്കിയുള്ള കേസ് എടുക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഒരു ഓപ്പൺ ക്ലോസ് ഉണ്ട് വിചാരിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു വാല്യൂ വരുന്നതിനെ ഇവിടെ ഫോൾസ് തരും, ഇവിടെ അതിനെ ക്യാപ്ചർ ചെയ്യും. കാരണം ഈ വാല്യൂ എന്താണ്, ക്യാരക്ടർ ഓൾറെഡി ഉണ്ട് ക്വിക്ക് ഡിക്ഷണറിയിൽ അല്ലേ. അപ്പൊ ഈ ക്യാരക്ടർ ക്വിക്ക് ഡിക്ഷണറിയിൽ ഉണ്ട്, പക്ഷെ സ്റ്റാക്കിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ബാക്കിലത്തെ വാല്യൂ ആകുമ്പോൾ മാത്രമേ പോപ്പ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് സ്റ്റാക്കിൽ അവൈലബിൾ അല്ല എന്ന് പറയുമ്പോൾ അല്ല, നമ്മൾ ആദ്യത്തെ വാല്യൂ അവിടെ ഇരിക്കണം, ആദ്യത്തെ വാല്യൂ ആയിട്ട് ഇതിങ്ങനെ എന്താ നിലനിൽക്കുകയാണ്. പിന്നെ എന്താണ്, അപ്പോൾ നമ്മൾ സ്റ്റാക്കിനുള്ളിൽ പോകുമ്പോൾ സ്റ്റാക്കിൽ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാവുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് റിട്ടേൺ ഫോൾസ് ചെയ്യാൻ പറ്റും. സ്റ്റാക്ക് ഇല്ലാതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഫോൾസ് ചെയ്യാൻ പറ്റും. എന്താ അതേപോലെ ഇത് ലാസ്റ്റിൽ വരികയാണെങ്കിൽ വരെ സെയിം പോലെ തന്നെ അവസാനം ചെയ്തിട്ട് അവസാനം പിന്നെ ലാസ്റ്റിൽ ഒരു വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഫോൾസ് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് ഇത് അവസാനമാണ് ഇങ്ങനെ എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന് എന്ത് കണ്ടുപിടിക്കും, ഇത് ഫോൾസ് തരും. ഓക്കെ അല്ലേ? ഇതാണ് ഈ കണ്ടീഷൻസ് ആണ് ഇവിടെ ഫോൾസ് തരാനും, ഇത് അപ്പൊ തന്നെ ഫോൾസ് കൊടുക്കും. ഇതിപ്പോ ഫസ്റ്റ് കണ്ടുപിടിച്ചാൽ അപ്പൊ തന്നെ ഫോൾസ് ആണ്, ഇത് കണ്ടുപിടിച്ചാൽ അപ്പൊ തന്നെ ഫോൾസ് ആണ്. കാരണം നമുക്ക് ഉറപ്പാണ് ഇതിന്റെ മുന്നേ വേറൊരു വാല്യൂ ഇല്ല, നമ്മൾ അവിടെ എത്തി കഴിഞ്ഞു, ഇനിയും നമുക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല, അതുകൊണ്ട് അപ്പൊ തന്നെ ഫോൾസ് കൊടുക്കും. അപ്പോൾ ഇപ്പൊ ഞാൻ എന്താണ് ഈ ഒരു ഇതിന് മാത്രം വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പിക്ക് ChatGPT കിട്ടി. ഇത് കുറച്ചും കൂടി ലോജിക്കലി കുറച്ച് ഇന്റൻസ് ആയിരുന്നു, ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. എന്താ ഈ ഒരു ഫോൾസിന്റെ കണ്ടീഷൻസ് വരെ ഇത് വരെ സ്റ്റാക്ക് ഡോട്ട് പോപ്പും ചെയ്തു, ഈ അപ്പൻ ക്യാരക്ടറും കുഴപ്പമുണ്ടായില്ല, ഈ ഒരു വാല്യൂ വരെ എന്റെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഈ ഫോൾസ് കണ്ടീഷൻസ് മാത്രം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഹെൽപ്പ് കിട്ടിയപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ എന്തായാലും നമ്മൾ എന്താണ് അത് മറക്കില്ല എന്ന് വിചാരിക്കാം. എന്തായാലും ഇത് നമ്മൾ എന്താണ് റൺ ചെയ്തപ്പോ
അവിടെ നമ്മൾ റൺ ചെയ്ത് നോക്കി. റൺ ചെയ്തപ്പോൾ എന്താണ് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ഫോൾസ് വാല്യൂ കിട്ടി. നമുക്ക് ഇതൊരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഔട്ട് കിട്ടും ചെയ്തു. നമ്മൾ എന്താണ് ഈ ഒരു സ്റ്റാർട്ടിംഗിൽ എത്തി. പിന്നെ ഞാൻ ഇത് നോക്കിയപ്പോൾ ഇത് സെയിം ആയിട്ടുള്ള ചെക്സ് തന്നെയാണ്. നമ്മൾ ഓർഡർ ഓഫ് എൻ തന്നെയാണ് കണ്ടീഷൻ അവനും ചെയ്യുന്നത്. അപ്പോൾ അവനായാലും അവളായാലും അത് ചെയ്യുന്നത് ഓർഡർ ഓഫ് എന്താണ് എൻ കണ്ടീഷൻസിൽ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് എന്താണ് ഇത് നോക്കിയാൽ നമുക്ക് സെയിം ആയിട്ടുള്ള ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സെയിം ആയിട്ടുള്ള ഉത്തരം തന്നെയാണ്. ഇത് ആകെ ചെറിയൊരു മില്ലി സെക്കൻഡ് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ. താങ്ക് യു, കേട്ടതിന് നന്ദി.